എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യമായിട്ട് നബിതങ്ങളുടെ ഏത് സുന്നത്താ ഞാനും നിങ്ങളും മുറുകെ പിടിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? സുഖമല്ലേ? എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ. ആ ചങ്ങാ സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ സ്വഹാബിയുടെ മറുപടി, അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് നബി, എനിക്ക് സുഖമാണ് നബി, അൽഹംദുലില്ലാഹ്. ആ മറുപടി കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്തു. രണ്ടാമതൊരാള് പള്ളിയിലേക്ക് കയറി വന്നു. ആ കയറി വന്ന ആളോടും നബിതങ്ങൾ ചോദിച്ചു, നിനക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള മറുപടിയാ പറഞ്ഞത്, സുഖമാണ് നബിയെ. അവൻ നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എനിക്ക് എന്താ ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ഉണ്ട്, എനിക്കില്ലേ? അപ്പോഴാണ് മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ സുഖമാണോ? ഇനി പറ സുഖമാണോ? ഇത്ര ശബ്ദമേ ഉള്ളൂ നിങ്ങൾക്ക്? അല്ലാഹുവേ, ഈ അൽഹംദുലില്ലാഹ് എന്ന ശബ്ദത്തിൽ പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയം ഇതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ സുഖമാണോ? എങ്ങനെ? അപ്പൊ നേരത്തെ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറയാ? നമ്മളെ നേരത്തെ ചോദിച്ചപ്പോ എല്ലാവർക്കും അറിയാം സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയാറില്ല. ഇതാണ് നമ്മുടെ സുന്നത്ത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്, സുഖമല്ലേ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? മക്കളെങ്ങനെ? ഭാര്യ? ഈ അൽഹംദുലില്ലാഹ് മുറുകെ അങ്ങ് പിടിച്ചാൽ മതി, രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ആ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ആരാ പറഞ്ഞത് നിനക്ക് പ്രതിഫലമില്ലെന്ന്? ആ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവൻ അല്ലാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം? എന്താ? എത്ര മണിക്ക് നിർത്താന്ന് പറഞ്ഞ? തമാശക്ക് പോലും കള്ളം പറയാൻ പാടില്ല. എത്രയ്ക്ക് നിർത്താന്ന് പറഞ്ഞ? 10:30 ഉസ്താദന്മാരെ നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. നമ്മൾ വിചാരിക്കും ഉസ്താദിന് ഓതാൻ അറിയാനല്ല. ഉസ്താദന്മാരെ നിസ്കരിക്കുന്ന സമയത്ത് ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, അത്യാവശ്യക്കാരുണ്ട്, യാത്രക്കാരുണ്ട്, കുട്ടികളുണ്ട്. ഉസ്താദ് വലിയ സൂറത്ത് ഓതി നിസ്കരിച്ച ഈ പുറകെ നിൽക്കണ ചങ്ങാതി വിചാരിക്കും, എന്താ ഇയാൾ ഹത്ത ഓതുവാണോ? ചിന്തിക്കൂല്ലേ? അപ്പൊ നിസ്കരിക്കുന്നവരെ പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ വയല് കേൾക്കാൻ വന്നവരെ പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ഭയം അല്ലാഹു എടുത്തു കളയും. അവന്റെ ഹൃദയത്തിൽ നിന്ന് പേടി അല്ലാഹു എടുത്തു കളയും. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ സ്ഥാനം എന്തെന്നറിയുമോ? ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? അവൻ ഈ ലോകത്ത് ഒരാളെ അവന് പേടിയുള്ളൂ. ഈ ലോകത്ത് അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും അവന് ഭയപ്പെടൂല. ഒരു മഖ്ലൂഖിനെയും അവന് പേടിയില്ല. ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അവന്റെ ഈമാൻ ഉറക്കുകയാണ്. പടച്ചവനെ, ഔലിയാക്കന്മാരുടെ മക്ബറകളിൽ കടന്നു പോകുമല്ലോ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ആയത്താ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ
അലൈഹിം വലാ ഹും യഹ്സനൂൻ. പടച്ചവനെ അവരെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാണ്, ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അങ്ങനെ അവര് ജീവിച്ചപ്പോൾ അവർക്ക് അല്ലാഹു കൊടുത്ത 3 പദവിയുണ്ട്. അതിലെ ഒന്നാമത്തെ പദവി ഭയം നഷ്ടപ്പെടുകയാണ്. ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് അല്ലാഹുവിനല്ലാതെ ലോകത്തൊന്നിനെയും ഭയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ അല്ലാഹു ഉറപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ച സ്വഹാബിയാ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന സ്വഹാബിയാ. റബീഅ ഇബ്നു ആമിർ എന്ന് പറയുന്ന സ്വഹാബി ഈജിപ്തിന്റെ കൊട്ടാരം, ഈജിപ്തിന്റെ ഭരണാധികാരി. പടച്ചവനെ, യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിക്കുകയാണ്. യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിളിച്ച് റബീഅ ഇബ്നു ആമിർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു പോവുകയാണ്. അവിടെ ചെല്ലുമ്പോ എല്ലാ രാജ്യത്തു നിന്ന് നേതാക്കന്മാര് വന്നിട്ടുണ്ട്, വിരുന്നൊരുക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. അമൃതങ്ങളുടെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ച് കൊടുത്തു. അമൃതങ്ങൾ കൈ കഴുകി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടപ്പോ പലർക്കും ഇഷ്ടപ്പെട്ടില്ലടോ, ആരും ഒന്നും മിണ്ടിയില്ല. അമൃതങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാ, ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാ. അമൃതങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? പടച്ചവനെ, വലിയ ഒരു സദസ്സിലിരിക്കുകയാ. രാജ്യത്തിന്റെ നേതാക്കന്മാരാ, വിഐപികളാണ് ചുറ്റുഭാഗത്തും ഇരിക്കുന്നത്. അമീർ എന്ന് പറയുന്ന സ്വഹാബി എന്ത് ചെയ്തെന്നറിയുമോ? താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ട് എടുക്കുകയാണ്. ഇടത് കൈ കൊണ്ടെടുത്തിട്ട് ആ ഭക്ഷണം വിത്രിയാക്കിയിട്ട് പാത്രത്തിനകത്തിട്ട് വാരി കഴിക്കുകയാ. പടച്ചറപ്പേ, ഇത് കണ്ടപ്പോ ഭരണാധികാരി പറയുന്നു, ആമിറേ, എച്ചില് വാരി തിന്നുന്നത്, വേസ്റ്റ് വാരി കഴിക്കുന്നത് എന്തിനാണ്? ദാരിദ്ര്യമൊക്കെ മുഹമ്മദിന്റെ നാട്ടിലാണ്, ഇവിടെ ദാരിദ്ര്യമൊന്നുമില്ല. എച്ചില് വാരി കഴിക്കാതെ നിന്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാമിറേ. അവിടെ നിന്ന് താഴെ കിടന്ന ഭക്ഷണം എടുത്ത് കഴിച്ചതിന്റെ പേരിൽ അവിടെ നിന്ന് കളിയാക്കുമ്പോ, നാണം കെടുത്തുമ്പോ, പരിഹസിക്കുമ്പോ അമൃതങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാ, എടാ പമ്പര വിട്ടികളെ, നിനക്കൊക്കെ വേണ്ടി എന്റെ മുത്തുനബിയുടെ സുന്നത്ത് കളയാനോ? എന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്താണ് താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്. അത് നബിതങ്ങളുടെ സുന്നത്താ. നീയൊക്കെ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നും ഒന്നുമില്ലടാ. എനിക്ക് എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് വലുതാ. ചങ്കൂറ്റത്തോടെ ഭരണാധികാരികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? അത് അല്ലാഹു കൊടുത്തതാ, അത് അല്ലാഹു കൊടുത്തതാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, സുന്നത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവേ ഭയം നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിനെ മാത്രമേ പേടിയുള്ളൂ, അല്ലാഹുവിനെ മാത്രമേ പേടിയുള്ളൂ. പക്ഷേ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ നോക്കടോ. ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്താ? അവൻ അല്ലാഹുവിനെ പേടിയില്ല. ഇന്ന് ഭരണാധികാരികളെ പേടിയാ, മനുഷ്യന്മാരെ വല്ലാത്ത പേടിയാ. അല്ലാഹുവിനെ നമുക്ക് പേടിയില്ലല്ലോ. നമുക്കിന്ന് നിലയില്ല, വിലയില്ല, അഭിമാനമില്ല. വരുന്നവനും പോകുന്നവനും നമ്മളെ ഇട്ട് തട്ടിയിട്ട് പോവുകയാ. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ. ആർക്കും വേണ്ടാത്തവരായി നീ സമുദായം അതപ്പതിച്ചു പോയല്ലോ. എന്തുകൊണ്ടാ സഹോദരാ? നമുക്ക് അല്ലാഹുവിനെ പേടിയില്ലടോ. നമ്മൾ താടിയും തഴമ്പുള്ളവൻ പറയുന്നത് ഉസ്താദേ, NRC
നടപ്പാക്കിയാ നമ്മൾ എന്ത് ചെയ്യും ഉസ്താദേ? പൗരത്വ ബില്ല് പാസ്സാക്കിയാൽ പടച്ചവനെ ഏക സിവിൽ കോഡ് വന്നാ നമ്മൾ എവിടെ പോകും ഉസ്താദേ? സങ്കടപ്പെടുന്നവരുണ്ട്, ആവലാതിപ്പെടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ, ഓരോ സംസ്ഥാനങ്ങളും അവര് പിടിച്ചടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ആവലാതിപ്പെടുന്ന, സങ്കടപ്പെടുന്ന മുസ്ലിമേ, നിന്നെ കാണുമ്പോ വല്ലാത്ത സങ്കടമാ. ഇന്ന് നമുക്ക് പേടി എന്താ? അള്ളാനെ ഒന്നും ആർക്കും പേടിയില്ല. ഏക സിവിൽ കോഡ് വരുമെന്ന് കേട്ട ഭയം, NRC നടപ്പാക്കുമെന്ന് കേൾക്കുമ്പോ പേടി. ചങ്ങാതി നടപ്പാക്കേണ്ടത് നടപ്പാക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ നീ എന്താ വിചാരിച്ചിരുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നത്? അവിടെ ഇവിടെ ഓരോന്നൊക്കെ നടക്കുന്നത് കാണുമ്പോ നമുക്ക് പേടി. നീ എന്താ വിചാരിച്ചത്? നിന്റെ വീട് പോകും, നിന്റെ സ്ഥലം പോകും, നീ ജയിലിൽ പോകണം, നിന്നെ നാട് കടത്തും. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയം. അല്ല ചോദിച്ചത് എന്തെന്നറിയോ? അല്ല ചോദിച്ചത് എന്തെന്നറിയോ? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ സ്വർഗം എന്ന് പറഞ്ഞ ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണെന്ന് അല്ല ഖുർആനിലൂടെ ചോദിക്കുകയാ. ഈ സ്വർഗം എന്ന് പറയുന്നത് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം ഓസിന് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അല്ല. നിന്റെ മുൻഗാമികളുടെ അവസ്ഥ അറിയോ? ബനു ഇസ്രായേലിൽപ്പെട്ട മുസ്ലിമായ ആൾക്കാരെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈ വിറക് കീറുന്ന വാളുണ്ടല്ലോ, അത് തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും, നീ പഴയ മതത്തിലേക്ക് തിരിച്ചു വരുന്നു, ഈ മതം ഉപേക്ഷിക്കുന്നു. തലയുടെ മുകളില് വാള് കൊണ്ടുവന്ന്, ഈർച്ച വാള് കൊണ്ടുവന്ന് തലയുടെ നടുക്ക് വെച്ചിട്ട് ചോദിക്കും, നീ മതം ഇസ്ലാം മതത്തിൽ നിന്ന് തിരിച്ചു വരുമോ? ഇല്ല എന്ന് പറയുമ്പോ വിറക് കീറുന്നത് പോലെ അവര് രണ്ട് കഷ്ടമായി മുറിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ പറയാ, അങ്ങനെ ചെയ്യുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോണം. അത് റബ്ബിന്റെ തീരുമാനം. നമ്മുടെ ഭയവത, നമ്മുടെ പേടി. പടച്ചവനെ എന്താ ചെയ്ത് ചങ്ങായി? ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല. ആനയ്ക്ക് എങ്ങനെയാണ് ആനയുടെ വലിപ്പം അറിയായിരുന്നെങ്കിൽ പാപ്പാൻ എന്നെ പള്ളിക്കുഴി പോയനെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പാവപ്പെട്ടവൻ ഒരു കമ്പും കൊണ്ട് ഇത്രയും വലിയ ജീവിയായ ആനയെ വരച്ചവരെ നിർത്തുന്നല്ലോ. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല. മുസ്ലിമിന് മുസ്ലിമിന്റെ വലിപ്പം അറിയില്ല. നമുക്ക് നമ്മുടെ വലിപ്പം അറിയാത്തോണ്ട് നമ്മളിങ്ങനെ പേടിക്കണേ. എടാ ചങ്ങായി, നീ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ലാഹു നിന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കാ തട്ടാൻ പറ്റുക? എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു എന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് സിറാജ് ഇങ്ങനെ മരിക്കുന്നു റബ്ബ് എഴുതി വെച്ചിരിക്കുക. ഈ ലോകത്ത് ആര് വിചാരിച്ചാലും ആ സമയം മാറ്റാൻ പറ്റുമോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം? ഉള്ളത് പറ്റുമോ? എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന മരണസമയം തട്ടിമാറ്റാൻ ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റിന് കൊണ്ട് പറ്റുമോ? ഇല്ല ചങ്ങാതി. സമയമായ ഞാൻ പോകും. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങളും പോകും. എന്തിനാ ഭയപ്പെടുന്നേ? മുസ്ലിമിന്റെ വിലയറിയില്ല. നമുക്കതാ നമ്മുടെ ഭയവത. പിന്നെ എന്തിനാ ഉസ്താദ് ഇതൊക്കെ ഭയപ്പെടുത്തുന്നത്? ഇത് അല്ലാഹു പറഞ്ഞതല്ലേ പേടിപ്പിക്കൂ. നീ എന്താ വിചാരിച്ച തഴമ്പും താടിയും ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ? അല്ലാഹു പറയുകയാ, അങ്ങനെയൊന്നുമല്ല. അല്ലാഹു നിന്നെയൊക്കെ നല്ലതുപോലെ അളക്കും. ചുമ്മാതെ അല്ലാഹു എന്റെ റബ്ബാണെന്ന് പറഞ്ഞാൽ പോരാ. പടച്ചവനാണ് എനിക്ക് വലുതെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. നിന്റെ ഈമാൻ അല്ലാഹു അളക്കും. അല്ലാഹു പറയുകയാ, വലനബലുവകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. നിന്നെയൊക്കെ ഞാൻ പേടിപ്പിക്കും, ഭയപ്പെടുത്തും. ശത്രുക്കൾ മുഴുവനും നിന്റെ ചുറ്റും കൂടിയിട്ട് പറയും, നിന്നെ കൊന്നുകളയൂ. അപ്പോഴും നീ പറയണം, അല്ലാഹു അഹദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ റബ്ബാണെന്ന് ഉറക്കെ പറയണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. ചരിത്രം പറയുകയാ, ശത്രുക്കൾ അറിഞ്ഞു ഇബ്ലീസാണ് പോയി പറഞ്ഞു കൊടുത്തത് എന്ന് പറയുകയാണ്.
മുഹമ്മദ് നാട് വിടാൻ പോകുന്നുണ്ട്, കൊല്ലുന്നെങ്കിൽ ഇന്ന് രാത്രി കൊന്നോണം, ഇനി കിട്ടൂല നിങ്ങൾക്കൊന്നും, തൊടാൻ പോലും കിട്ടൂല മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ വീടിനകത്തിരിക്കുമ്പോൾ ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞു. അത് സാധാരണ ആൾക്കാരല്ല, കൊന്നുകളഞ്ഞാൽ ആരും ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ തന്ത്രം എല്ലാ ഗോത്രങ്ങളിലെ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കഴിവുള്ള ആളെ തിരഞ്ഞെടുത്തു. അങ്ങനെ നബി തങ്ങളുടെ വീട് വളഞ്ഞു, വാള് കാത്തിരിക്കുകയാ. ആരുടെ കയ്യിൽ കെട്ടിയാലും കൊല്ലുന്നവന് പ്രതിഫലം പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാവരും വാള് പിടിച്ചുകൊണ്ട് നബി തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ തങ്ങളോട് ചോദിച്ചു, അലിയേ ഞാൻ പോവാ, ഈ കടന്നിരുന്ന സ്ഥലത്ത് നീ കിടക്കോ? ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കിടക്കുവോ? അലിയാർ പറഞ്ഞ മറുപടി, എനിക്ക് ഞാൻ കിടന്നോളാം, അല്ലാഹു ഈ മാത്രം മാറാകട്ടെ, എനിക്ക് എന്നാ പേടിക്കാൻ. ഒരു ചങ്ങാതിയുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു. മരണമെന്ന് പറഞ്ഞ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നപ്പോ ഈ ചങ്ങാതിയോട് പറഞ്ഞു, അല്ലാഹു എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം സാധിപ്പിച്ചതിന് ശേഷം റൂഹ് പിടിക്കാവൂ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. നിനക്ക് വല്ല ആഗ്രഹം പറ. ആ ചങ്ങാതി മറുപടി എന്റെ പൊന്നാര അസ്റായിലെ 40 കൊല്ലമായി നീ എപ്പോഴാ വരണേന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കാൻ പെട്ടെന്ന് പിടിച്ചോളാം. 40 കൊല്ലമായി ഇവിടെ റെഡിയായിരിക്കാൻ വരുമ്പോ പോകാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല. ആ ചോദ്യം ഈ സദസ്സിലിരിക്കുന്ന 65-70 വയസ്സുള്ള വാപ്പാനോട് പറയാം, എന്റെ കൊച്ചുമോളുടെ മോളുടെ കല്യാണം കൂടെ കൊണ്ടുപോകാൻ. ഇവിടെ മരണമെന്ന് പറഞ്ഞ് നമുക്കൊക്കെ മരണത്തെ പേടിയാ. എന്ന ചില അടിമകൾക്ക് അല്ലാഹു സമ്മാനമായിട്ട് മരണം കൊടുക്കുന്നത്. നബിദിന നബിദിനത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ഇതാണ് ചിലർക്ക് മരണം. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നബിതങ്ങൾ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, വീടിന്റെ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് സൂറത്തു യാസീനിൽ നമ്മൾ പെട്ടെന്ന് ഓതി തീർത്ത് കളയുന്ന ഒരു ആയത്തുണ്ട്, വജഅൽനാ ബൈന ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നമ്മളൊക്കെ ഓതുന്ന ആയത്താ. ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിലേക്ക് ഊതണം. വീടിന്റെ വാതിൽ തുറന്ന് 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞ് പോകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് വാരി ഈ ആയത്ത് ഓതിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വാതിൽ തുറന്ന് 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞ് ചങ്കൂറ്റത്തോടെ യോദ്ധാക്കളായ ശത്രുക്കളുടെ നടുവിലൂടെ ഇറങ്ങിപ്പോയി. AK-47 കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നില്ല, ബെൽറ്റ് ബോംബ് കിട്ടിയിട്ടായിരുന്നില്ല. എടാ മുസ്ലിമായ വാപ്പ സഹോദരനോട് എന്റെ ഉപ്പയോട് ഞാൻ പറയുകയാണ്, 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരത്തടമ്പുള്ള അല്ലാഹുവിനെ ഭയമുള്ള ഒരു മുസൽമാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണിന് പോലും മഹത്വമുണ്ടോ? അല്ലാഹു ഈ മാറാകട്ടെ. ഒരു പിടി മണ്ണ് മതി നമുക്കൊരു പിടി മണ്ണ് മതി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇറങ്ങി പോവുകയാണ്. നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടൊപ്പം യാത്ര തുടരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഗുഹയ്ക്കകത്ത് കയറി ചരിത്രം അറിയുന്നവരല്ലേ, അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ നബി തങ്ങൾ കിടക്കുകയാണ്. അപ്പോഴാണ് നബി തങ്ങളുടെ നബി തങ്ങൾ ഉറങ്ങുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറേ, യാ റസൂലല്ലാഹ്, ശത്രുക്കളെത്തി നബിയേ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുകയാണ്. അവര് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ, നമ്മളെ കൊന്നുകളയുമല്ലോ. നബിതങ്ങൾ ചിരിക്കുകയാ. അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ചിരിക്കുന്നത്? അബൂബക്കറേ, നിനക്കൊരു കാര്യം അറിയുമോ? നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഈ ഗുഹയ്ക്കകത്തുള്ളത്. മൂന്നാമതൊരാളുണ്ട്. മൂന്നാമത്തെ ആളാരെന്നറിയുമോ? ഈ മുകളിൽ നിൽക്കുന്നവനെ പടച്ച അല്ലാഹ്, ഈ വാളും പിടിച്ചുകൊണ്ട് മുകളിൽ നിൽക്കുന്നവനുണ്ടല്ലോ, അവനെ പടച്ച അല്ലാഹ്,
വിചാരിക്കണം അവൻ താഴേക്ക് നോക്കണമെങ്കിൽ നമ്മുടെ കൂടെ മൂന്നാമതായിട്ടുള്ളത് ആരാണെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ എന്നെയും പടച്ച അല്ലാഹ് നമ്മുടെ കൂടെയുള്ള അബൂബക്കറെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ ആരെ പേടിക്കാനാ? അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ ആരെ പേടിക്കാനാ? ഇവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ആരെ പേടിക്കാനാ? എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ ഭൂരിപക്ഷത്തെ കണ്ട് നീ പേടിക്കരുത്. ഭൂരിപക്ഷം എല്ലാ സ്ഥലത്തും തോറ്റവരാ, ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ. ഏത് ചരിത്രം വേണമെങ്കിലും എടുത്തു നോക്ക്. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്ന രംഗം നിനക്കറിയുമല്ലോ. അപ്പുറത്തെ സൈഡില് ആയിരക്കണക്കിന് വരുന്ന യോദ്ധാക്കൾ, വാളും പരിചയം, ഒട്ടകങ്ങളും കുതിരകളും പടച്ചവനെ വയറ് നിറച്ച് നിന്ന് ബദറിന്റെ തലേ ദിവസം ഒട്ടകത്തെ ചുട്ട് കള്ളു കുടിച്ച് ഇറച്ചി ഗാനമേള നടത്തി കെട്ടാ പോകുന്നത്. ഇപ്പുറത്ത് നബിതങ്ങളുടെ സ്വഹാബത്ത് ഒട്ടിയ വയറ്, തുരുമ്പിച്ച വാള്, പടച്ചവനെ ഒടിഞ്ഞ പരിച, ഒട്ടിയ വയറുമായി 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ ഒരു സ്വഹാബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, വാളില്ല, പരിചയമില്ല, കുന്തമില്ല, യുദ്ധത്തിന് പോകാൻ വന്നിരിക്കുകയാണ്. നബി തങ്ങളോട് പറഞ്ഞപ്പോ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പോകാതെ. ആ മടല് മതിയായിരുന്നടോ, ആ മടല് മതിയായിരുന്നു. അതുകൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ഉസ്താദന്മാർ ഓതുന്നത് കേട്ടിട്ടില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. അപ്രകത്തം എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ വരികയാണ്. പരിശുദ്ധമായ കഅബാലയം പൊളിക്കുന്നതിന് വേണ്ടി ആനപ്പടയുമായി അപ്രകത്ത് കടന്നു വന്നപ്പോ അല്ലാഹ് തകർത്തങ്ങനെ ചെറുപ്പക്കാരാ, ഏറ്റവും ചെറിയ കിളിയായ കുരുവി ഉണ്ടല്ലോ, ആ കുരുവിയെ കൊണ്ട് അല്ലാഹു തകർത്ത് കളഞ്ഞില്ലേ? പശുവ് പുല്ല് തിന്നിട്ട് ബാക്കി വന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അപ്രകത്തിന്റെ ആനപ്പടയെ തകർത്തെന്ന് അന്ന് ഖുർആനിൽ പറയുമ്പോ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് പറയുകയാ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ഇന്ന് അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ല. കാരണം അല്ലാഹനെ നമ്മൾ മറന്നു, അല്ലാഹനെ നമ്മൾ മറന്നു. നമുക്ക് നിലയില്ല, വിലയില്ല. എത്ര ഐക്യം പറഞ്ഞാലും, എത്ര അധികാരം കിട്ടിയാലും റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കൂല. ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹ് പറയുന്നതനുസരിക്ക് നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. നിനക്ക് നിലയുണ്ടാകും, വിലയുണ്ടാകും. നബിദിനത്തിന് കുഞ്ഞുങ്ങൾ വഅദ് പറയുമ്പോ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ കുറിച്ച് പറയുമല്ലോ. ഇരുണ്ട യുഗം, ഡാർക്ക് ഏജ് എന്ന ചരിത്രം പഠിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗം, സ്വന്തം പെൺകുഞ്ഞിനെ ജീവനോടെ കുടിച്ചു മൂടിയവർ, കണ്ണും പെണ്ണുമായി കഴിഞ്ഞവർ, അന്യവന്റെ പറമ്പിൽ പേറി ഒട്ടകം പുല്ല് തിന്നതിന്റെ പേരിൽ പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തവർ, ആ കാട്ടാളന്മാരായ കാട്ടറബികളെ പടച്ചവനെ ലോകത്തിന്റെ മുമ്പിൽ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്നവർ, പടച്ചവനെ അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞതെന്താ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹും. പടച്ചവനെ ഏത് സഹാബികളുടെ പേര് കേൾക്കുമ്പോഴും ഇന്ന് നമ്മൾ റളിയല്ലാഹു പറയുമല്ലോ. ആ നിലയിലേക്ക് അവർ മാറിയത് എങ്ങനെയാണ്? റബ്ബ് സഹായിച്ചത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, അവർ അല്ലാഹനെ അനുസരിച്ചു.
അവര് നബിതങ്ങളുടെ ജീവിതം അവര് പിൻപറ്റിയടോ. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു. അല്ലാഹ് അവർക്ക് കൊടുത്ത പദവിയാ, അവർക്ക് കൊടുത്ത സ്ഥാനമാ. അതുകൊണ്ട് നബിതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചോ. പെങ്ങളെ താമസിച്ചാണെങ്കിലും നമുക്ക് റബ്ബേ ഇസ്സത്ത് വരുമടോ, സഹായം വരുമടോ. നമുക്കറിയാം വലിയ ചർച്ചയായ വാർത്തയാണ്. കർണാടകയിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് നിയമമിറക്കി. എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു, എന്തെല്ലാം പ്രതിഷേധങ്ങളായിരുന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ചില മാതാപിതാക്കള് തീരുമാനമെടുത്തു, ഹിജാബ് ഇട്ടുകൊണ്ട് മക്കള് സ്കൂളിൽ പോകണ്ട, ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ വരണ്ട എന്ന് പറഞ്ഞപ്പോ ഹിജാബ് ഊരിയിട്ട് പോകാൻ മക്കള് തയ്യാറായി. ഹിജാബ് അഴിച്ചിട്ട് മക്കളോട് സ്കൂളിൽ പോകാൻ പറഞ്ഞു. ചില മാതാപിതാക്കൾ പറഞ്ഞു ഹിജാബ് വേണം, സ്കൂള് വേണ്ട, ദീനാണ് വേണ്ടത്, ഇസ്സത്താണ് വേണ്ടത്, നബിതങ്ങളുടെ സുന്നത്താണ് വേണ്ടത്, സ്കൂള് വേണ്ട എന്ന തീരുമാനമെടുത്തു. ചെറുപ്പക്കാരികളെ, സുമയ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹിജാബ് വിട്ടുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിലൂടെ ഒറ്റയ്ക്ക് നിന്ന് പ്രതിഷേധിക്കുന്ന പ്രതിഷേധം കണ്ട പെങ്ങളെ നിനക്കറിയുമോ, ആ സുമയ്യയാ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചത് ആ കർണാടക എന്ന് പറയുന്ന നാട്. ഹിജാബ് ഇട്ടുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞ നാട്, ആ നാട്ടിലാണ് ഇലക്ഷൻ കഴിഞ്ഞത്. അവിടുത്തെ പാർലമെന്റിലാ ഹിജാബ് ഇട്ട പെണ്ണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതാണോ അല്ലാഹ്, ഇതാണ് അല്ലാഹ് കൊണ്ടുവരുമടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് വാഴ്ന്നു കേൾക്കാമെന്നവരോട് പറയുകയാ, നിന്റെ വീട്ടിൽ ദീൻ കൊണ്ടുവാ. ഏക സിവിൽ കോഡ് പാസാക്കിയാൽ നിന്റെ വീടിനകത്ത് നിയമമില്ലല്ലോ, നിന്റെ വീടിനകത്ത് ഭരണാധികാരി നീയാണല്ലോ. എങ്ങനെ ജീവിക്കണമെന്ന് നീ തീരുമാനിക്കുക സഹോദരാ. അതുകൊണ്ട് നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു നിന്റെ ഭയമെടുത്ത് മാറ്റുകയാ. രണ്ട്, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾക്ക് നബിതങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അല്ലാഹ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, നിനക്ക് ആരോഗ്യമില്ലെങ്കിലും കഴിവില്ലെങ്കിലും നിന്റെ ശത്രുവിന് നിന്നെ പേടിയാ. എത്ര സത്യവാ. നമ്മളെ കൊല്ലും, നാട് കടത്തുന്നൊക്കെ ഇവിടുന്ന് വഴുതു പറയും. എന്നാ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് കൂലൂ തക്ബീർന്ന് വിളിച്ച ഇവർക്ക് പേടിയാ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പേടിയാ. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഞാൻ ഭയം കൊടുക്കും. മൂന്ന്, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിനക്ക് ഞാൻ ഭക്ഷണം തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞങ്ങൾ അതല്ലേ ഈ തൊപ്പി പോയിട്ട് നടക്കണം. ഞങ്ങളൊക്കെ പോയിട്ട് നടക്കുന്ന സദന്മാരൊക്കെ ഇവിടെ ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ? ഇവിടെ കുറ്റിയാടിയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കുന്ന എടാ, ഇവിടെ ഇരിക്കുന്നതിൽ എല്ലാ ദിവസവും ഇറച്ചി തരുന്ന ആരുണ്ട്? മീൻ കടിക്കുന്ന ആരുണ്ട്? നീ വലിയ ആളാ, കാറും വീടൊക്കെ ഉണ്ട്. പെണ്ണുമ്പിള്ള പറയുന്നുണ്ട്, കാക്ക ഒന്ന് ഇറച്ചി വാങ്ങി, മന്തി വാങ്ങി, പണം ഇഷ്ടം പോലെ. എടോ, ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ പള്ളിയിലെ ഇമാമ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ എന്താ പറയാ, ഒരു മടി, അസൂയണ്ട. പള്ളിയിലെ ഖതീബായി ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം. ഉസ്താദ് എന്താ പറയേണ്ടത്? എനിക്ക് ഇറച്ചി വേണ്ട. ഉസ്താദ് പറയാതെ കൊളസ്ട്രോൾ ഒന്ന് മാറ്റി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദ് ജീൻസിന്റെ പാന്റും ടീഷർട്ടും ചെറിയ പാന്റും ഇട്ടോണ്ടില്ലേ, വെള്ള ജിബ്ബയും തൊപ്പിയും. അൽഹംദുലില്ലാഹ്, സുന്നത്തായി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു? ഇവിടെ ജമാഅത്തിന്റെ പ്രസിഡന്റിന് കാറില്ലെങ്കിൽ ഇമാമിന് കാറില്ല, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും. നിങ്ങൾ നാലിസോടെ ജീവിതത്തിൽ ബറക്കത്ത്. നിന്റെ വീട്ടിൽ 25,000 30,000 ശമ്പളം, പള്ളിയിലെ ഉസ്താദിന്റെ ശമ്പളം എത്ര? ലോകത്ത് ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ആൾ ഇമാമ. കിളക്കാൻ പോകുന്നവനുണ്ട് 1000 രൂപ. ഉസ്താദിന്റെ ശമ്പളം കൂട്ടിയിട്ടുണ്ടോ നിങ്ങൾ?
ഉസ്താദിന്റെ ഒരു ദിവസം ശമ്പളം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഇമാമിനെ പോലും എനിക്ക് അറിയില്ല, ഇനി പറഞ്ഞു പറയുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ ശമ്പളമൊക്കെ ചോദിക്കുമ്പോൾ കമ്മിറ്റിക്കാരുടെ ഒക്കെ മുഖം കാണണം. പടച്ചവൻ എന്താ ഇവിടെ ഉസ്താദ് കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതി അരി കിട്ടുമോ? ഉസ്താദിനും ഭാര്യയുണ്ട്, മക്കളുണ്ട്, ട്യൂഷന് വിടണം, സ്കൂളിൽ പഠിപ്പിക്കണം, പെണ്ണുപിള്ളക്ക് സ്വർണ്ണം എടുത്ത് കൊടുക്കണം, ഓക്ക് തുണിയെടുത്ത് കൊടുക്കണം, ഇതെല്ലാം ഉസ്താദിനുണ്ട്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ 25,000 30,000 തികയുന്നില്ല. ഉസ്താദിന് 15-നകത്ത് എല്ലാം കഴിഞ്ഞ് ബാങ്കിൽ കൊണ്ടിടുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശമ്പളം കുറയ്ക്കണ്ട, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം ആര് തരും? അല്ല തരും. നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ പത്തനാപുരത്ത് കടന്ന് എനിക്ക് ഇന്ന് മുഹമ്മദിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം, നാളെ എവിടെയെന്ന് എനിക്കറിയില്ല. അള്ളാഹു എനിക്ക് റിസ്ക് തരുന്നുണ്ട്. അള്ളാഹു മന്ദിരമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും. 4 ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട് ചിലര്. അല്ലാഹുവേ, ആ നോക്കിയ മനുഷ്യന്റെ അവസാന സമയം നീ നന്നാക്കി കൊടുക്കണേ. അത് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു പ്രതിഫലം കൂടെ പറയാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4ാമത്തെ പ്രതിഫലം എന്താ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുകയാണ്. ആദ്യം ഊതി കഴിയുമ്പോൾ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്. രണ്ടാമത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പുതിയ പളയെ പോലെ, പുതിയ പെണ്ണിനെ പോലെ കുളിപ്പിച്ച് അതാ കൊണ്ടുപോയി ഖബറടക്കിയവരെ മുഴുവനും കുറ്റിയാടി പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരികയാ. പടച്ചവനെ, പട്ടിയുടെ കോലത്തിൽ വരുന്നവർ, പന്നിയുടെ കോലത്തിൽ വരുന്നവർ, കഴുതയുടെ രൂപത്തിൽ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, പടച്ചവനെ പല പല വിഭാഗത്തിലെ ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. ആണിനും പെണ്ണിനും മുഴുതുണിയില്ല, പേടിച്ച് വിറച്ചുകൊണ്ട് എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. കൊണ്ടുവന്ന് നിർത്തുകയാണ്. എവിടെയാണ് നിർത്തുന്നതെന്ന് അറിയുമോ? ചെമ്പിന്റെ തറയിലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി 10:15 പടച്ചവനെ, ഇന്ന് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്. ആ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് 10:15 എനിക്ക് ശരീരം വിയർക്കുകയാ. നമ്മളിൽ പലർക്കും ചൂടെടുക്കുകയാ. വല്ലാത്ത പ്രയാസമല്ലേ? വല്ലാതെ ബുദ്ധിമുട്ടുന്നില്ലേ പെങ്ങള്? ഇട്ടിരിക്കുന്ന ഫറദയിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോ ബുദ്ധിമുട്ടുന്ന ഉമ്മ, ഇതൊന്നും വിയർപ്പല്ല ഉമ്മ, ഇതൊന്നും ഒരു ചൂടല്ല വാപ്പാ. അതൊക്കെ എവിടെയാണെന്നറിയുമോ? കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ നമ്മൾ നിൽക്കുമ്പോ ഈ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന് അല്ലാഹു ഒരു ജാട മുകളിലേക്ക് താഴ്ത്തുകയാ. ഒരു ജാട മുകളിലേക്ക് സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ചൂടുള്ള നാളുണ്ടേ, ഖിയാമത്ത് നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോസ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. പഴയ വീട് കെട്ട്
കിടക്കുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? ആ ചുമന്ന ഇഷ്ടിക എങ്ങനെയാണ് ചുമപ്പായത്? ചെളിക്കകത്ത് നിന്ന് ഉണ്ടാക്കിയ ഇഷ്ടികയുടെ നിറം മാറ്റിയ ചൂട കണ്ടിട്ടുണ്ടോ? പച്ചവരകെട്ട് കത്തിക്കുന്ന ചൂടയുടെ അടുത്ത് പോയിട്ടുണ്ടോ? എന്തൊരു ചൂടാ, എന്തൊരു പ്രയാസമാ ചെറുപ്പക്കാരാ. കാളവണ്ടി കണ്ടിട്ടുണ്ടോ മോനെ? ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായിലൂടെ പതയും നുരയും ഒഴുകുകയാണ്. ഇതുപോലെ നിനക്ക് പരലോകത്ത് കാണാം. അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ വായിലൂടെ പതയും നുരയും ഒഴുകുകയാ. പെങ്ങളെ, അടുക്കളയിലെ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ച് മറിയുകയാ. നിന്റെ തലച്ചോറുണ്ടല്ലോ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ ഒഴുകും. നിന്റെ മുഖത്ത് കൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസമുണ്ട്, ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ. ചിന്തിക്കാത്തത് ആരാ നമ്മളെ സഹായിക്കാനുള്ളത്? പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ ഭയാനകമായ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ സഹായിക്കാൻ ആരുമില്ല. ആദം നബിയുടെ മുമ്പിലേക്ക് ഓടുകയാണ്. എല്ലാവരും ആദം നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, വാപ്പാ, നിങ്ങൾ അല്ലാഹയല്ലേ നിങ്ങളെ പടച്ചത്? അല്ലാഹയല്ലേ റൂഹൂദിയത്? നിങ്ങൾ ആദ്യത്തെ മനുഷ്യനല്ലേ? സ്വർഗത്തിൽ താമസിച്ച ആളല്ലേ? ഞങ്ങളെ സഹായിക്കുവാപ്പാ. ആദം നബിയുടെ മുമ്പിലെ ജനങ്ങൾ മുഴുവനും ചെന്ന് പറയുമ്പോ ആദം നബി പറയുകയാ, എന്റെ കാര്യം തന്നെ ഇന്ന് കഷ്ടമാ, എനിക്ക് എന്റെ കാര്യം തന്നെ വല്ലാത്ത പേടിയാ, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയെ കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് ഓടുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് ചെല്ലുമ്പോ പറയുമ്പോ എന്റെ കാര്യം കഷ്ടമാ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ ഓരോ പ്രവാചകന്മാർ അടുത്ത ആളെ കാണിക്കുകയാ, അടുത്ത ആളെ കാണിക്കുകയാ. അങ്ങനെ ആദം നബി മുതൽ നടന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോ ഈസാ നബി പറയുന്നു, എന്നെ കഴിയില്ല, എന്റെ സമുദായം എന്നെ ദൈവമാക്കി റബ്ബിനോട് പറയണമെന്നറിയാതെ പേടിച്ചു നിൽക്കുകയാ. അങ്ങനെ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഇസ്രാഫീൽ, പടച്ചവനെ പടച്ചവനെ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമോ? അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാ. എങ്ങനെയാ കൊണ്ടുവരുന്നത്? 70,000 ചങ്ങലകൾ എടുത്ത് കൊണ്ടുവന്ന പടച്ച റബ്ബിന്റെ നരകത്തെ ബന്ധിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ചങ്ങലയുടെ വലുപ്പമല്ല, ചങ്ങലയിലെ കൊളുത്തുണ്ടല്ലോ. അല്ലാഹുവേ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങല, ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. അല്ലാഹുവേ, ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങലകൾ എടുത്ത് കൊണ്ടുവന്ന് നരകത്തെ കെട്ടുകയാണ്. എന്നിട്ട് അല്ലാഹുവേ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ തലതാഴ്ത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മൾ എല്ലാവരും നിൽക്കുമ്പോ എല്ലാരും കൈയിടുന്ന ദിവസം, യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ഒരാളും പരിഗണിക്കാത്ത ദിവസം, ഒരാളും കണ്ട പരിചയം കാണിക്കാത്ത ദിവസം, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിബിധങ്ങൾ വരികയാ.
അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് വരികയാണ്. തെരയുകയാ അവിടെ നിബിധങ്ങളെ തെരയുകയാണ്. ആരെയാണ് തെരയുന്നതെന്നറിയുമോ? നിബിധങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവരുണ്ടല്ലോ, അവരെ നിബിധങ്ങളെ തെരയുകയാ. വാലാ സിറാജേ വായിഷ വാ ഖദീജ. നിബിധങ്ങളെ നാളെ പരലോകത്ത് വെച്ച് നിങ്ങളെ തെരഞ്ഞെടുക്കുകയാ. പടച്ചറപ്പേ, പറയുന്ന മജ്‌ലിസില് ഈ താഴെ ഇരിക്കുന്ന നിങ്ങളിൽ ഒരാളെ ഞാൻ വിളിച്ചിട്ട് ഇവിടെ വന്ന് ഈ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ എന്ത് സന്തോഷമാ, എന്തൊരു സന്തോഷമാ. എങ്ങനെ നാളെ ആദം നബി മുതൽ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ സമുദായം, നബിതങ്ങളുടെ ഭാര്യമാർ, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ താബീങ്ങൾ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അഫ്ദീങ്ങൾ, ആലിമീങ്ങൾ, ആബിദീങ്ങൾ, സ്വാലിഹീങ്ങൾ, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ മക്കള്, നിന്റെ കൂട്ടുകാര്, നിന്റെ നാട്ടുകാര്, നിന്റെ അയൽവാസികൾ, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഭയന്ന് വിറച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോ നബിതങ്ങളെ വിളിക്കുന്നു, വാടാ സഹോദരാ, വെയില് കൊള്ളണ്ട, പ്രയാസപ്പെടണ്ട, പേടിക്കണ്ട, നിനക്ക് ഞാൻ വാങ്ങിത്തരാ സ്വർഗം, നിന്നെ ഞാൻ കൊണ്ടുപോകാ സ്വർഗം. അല്ലാഹുവിന്റെ പ്രവാചകൻ നാളെ നിന്റെ കൈപിടിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസം നബിതങ്ങൾ വിളിക്കുന്നില്ല, ഞാൻ കൊണ്ടുപോകാം, നീ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചവനാ, നീ നിന്റെ ജീവിതത്തിൽ എന്റെ സുന്നത്ത് നീ മുറുകെ പിടിച്ചവനാ, നിനക്ക് ഞാൻ തരാൻ നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നബിതങ്ങൾ നമ്മുടെ കൈപിടിച്ചു കൊണ്ടുപോകും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.